സ്നേഹമുള്ളവരെ, ഇന്ന് ഞായറാഴ്ച, സാബത്ത്, തമ്പുരാനോട് കൂടുതലായിട്ട് നമ്മൾ ഇരിക്കേണ്ട ദിവസമാണ്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കിടക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഈശോ മക്കളെ, അപ്പം നമ്മൾ ഇന്നലെ പഠിച്ചത് രക്ഷയുടെ തടസ്സത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അല്പം ചിന്തിക്കാൻ പറ്റിയത് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും, പരിശുദ്ധാത്മാവിനെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും, എങ്ങനെ നമ്മുടെ കടഭാരം മാറ്റാൻ പറ്റും, എങ്ങനെ നമുക്ക് മനസ്സിനെ ഒന്ന് ആനന്ദിപ്പിക്കാൻ സാധിക്കും, നമ്മുടെ ആത്മാവിനെ തന്നെ എങ്ങനെ ആനന്ദിപ്പിക്കാൻ പറ്റും, ഈ പ്രതിസന്ധികളിൽ നിന്ന് എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. കേട്ട വചനം ഏതായിരുന്നു? യെശയ്യാ 59:1. രക്ഷയുടെ തടസ്സം. രക്ഷപ്പെടാൻ പറ്റണമല്ല. നമ്മൾ നോക്കുമ്പോൾ ലെഫ്റ്റിൽ ഇടതുവശത്തെ വലതുവശത്തെ ഫ്രണ്ടിലുള്ള എല്ലാവരും രക്ഷപ്പെടുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും പൊട്ടച്ചട്ടി തന്നെ. കുറെ സമ്പത്തുണ്ടാവണ രക്ഷയല്ല ഇവിടെ പറയുന്നത്. അത് ദൈവം തൻ്റെ മക്കൾക്ക് തക്ക സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ തരും, അല്ലേ? തന്നിട്ടില്ലേ? മറ്റുള്ളവരെ പോലെ ചിലപ്പോൾ വേറെ ആഡംബരം വലുതായിട്ട് ഇന്ന് കിട്ടിയിട്ടില്ലെങ്കിലും ദൈവം നാളെ തരും. അത് സംശയമൊന്നുമില്ല. പക്ഷെ സ്നേഹമുള്ളവരെ, നമ്മൾ എങ്ങനെ രക്ഷപ്പെടും? രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗം, അതാണ് ഐ ആം ദ വേ. ഞാനാണ് വഴിയും സത്യവും ഞാൻ തന്നെ ജീവൻ. വഴിയും സത്യവും ജീവനുമായി എൻ്റെ യേശുവേ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്വസ്ഥ. നിലവിളിച്ച് പ്രാർത്ഥിക്കണം, കരഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് മാത്രമല്ല കേട്ടോ, വേറെ സംഭവങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈശോ എന്നോട് പറഞ്ഞിട്ടില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യുവാനായി സാധിക്കുകയില്ല. എന്നൊരു പറഞ്ഞേ, എന്നെ കൂടാതെ നിങ്ങൾക്കാർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മക്കളെ, നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട്, ഇസ്രായേലി ജനങ്ങളെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരികയാണ്. ആര് വഴി? മോശ വഴി. ഈ മോശയ്ക്ക് അവിടെ എന്താണ് നേരിടേണ്ടി വന്നത്? പുറപ്പാട് പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു, ഫറവ ഹൃദയം കഠിനാക്കിക്കൊണ്ടിരുന്നു. ഇന്ന് നമ്മുടെ മക്കള്, നമ്മുടെ ചുറ്റിനുള്ളവർ, ഭാര്യ പറയുന്നു, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പറയുന്നു, ഒരു മാനസാന്തരമില്ല. ഈ സ്ത്രീകളിൽ ഒരുപാട് ബ്ലെസ്സിങ് ഉള്ളതാണ് കേട്ടോ. ചേച്ചിമാരിൽ, അമ്മമാരിൽ, കുഞ്ഞുമക്കളിൽ ഒരുപാട് ബ്ലെസ്സിങ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ പറയാൻ സാധിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോൾ സ്നേഹമുള്ളവർ, എന്തൊക്കെ പറഞ്ഞാലും അവർക്ക് ദൈവം എന്നുള്ളത് സങ്കല്പിക്കാൻ പറ്റില്ല, ചിന്തിക്കാൻ പറ്റില്ല. പിശാചുബാധയെ അതിശക്തമായ പിശാചുബാധയെ കർത്താവ് എന്നിലൂടെ മാറ്റി, നല്ലൊരു മോനാക്കി മാറ്റി, വലിയൊരു അനേകം മക്കളെ കൊണ്ടുവരുന്ന ഒരു പ്രേക്ഷിതനാക്കി മാറ്റി. ഹല്ലേലൂയ. ഓക്കെ, ആ സമയത്ത് അവനിലുള്ള പിശാചുബാധയെ മാറിപ്പോയത് കൊണ്ടും എല്ലാവരും അവൻ്റെ അടുക്ക വരെ, നീ പോയിടത്ത് തന്നെ കൊണ്ടോ, നീ പോയെത്തിയതിൻ്റെ ആൾ, അങ്ങനെ ഒരു സഹോദരിനെ കൊണ്ട് ധ്യാനത്തിന് വന്നേക്കുകയാണ്. ധ്യാനത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് സെപ്പറേറ്റ് ഒന്നും പ്രാർത്ഥിച്ചൊന്നുമില്ല. ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നത് ഈ വിടുതൽ ശുശ്രൂഷയല്ലേ, ആന്തരിക സൗഖ്യ ആരാധന നടത്തുന്ന സമയത്ത് ഈ സാധനത്തിന് ഇളകി. ആന്തരിക സൗഖ്യം തരുന്നത് പരിശുദ്ധാത്മാവ്. ആന്തരിക സൗഖ്യം ഒരു വ്യക്തിക്ക് കിട്ടേണ്ടത് അത്യാവശ്യമാണ്. ഹല്ലേലൂയ. അന്നത്തെ ഉപവാസവും ബുധനാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ 4 മണിക്ക് ചായയും കടി, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ ചോറ് കാര്യങ്ങളൊക്കെ. ഇന്നിപ്പോൾ ഭക്ഷണം ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ പെണ്ണുങ്ങൾ 8 മണിയോ 9 മണിയോ ആ സമയത്ത് ആണുങ്ങളൊക്കെ ഭക്ഷണം കഴിക്കാൻ പോയി. പെണ്ണുങ്ങൾ ഇവിടേക്ക് ഞാനൊന്നും ഇതിനെ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നു മക്കളെ, ഈ ഹോട്ടലുകളിൽ കിടന്ന് ഇങ്ങനെ കുറേ വയറിനായ ഒരു മനുഷ്യൻ്റെ ബൊമ്മ വയ്ക്കാറുണ്ട്, ഇങ്ങനെ ആടുന്നത്. ഇന്നതുപോലെ ചുണ്ട് കടിച്ചു പിടിച്ചിട്ട് ഇതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആട്ടാണ്.
തല ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക. പിന്നെ ഇങ്ങനെ നാലോചിച്ച് നോക്കി, നീണ്ട മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നു. 4 മണിക്കൂർ കഴിഞ്ഞു. 4 മണിക്കൂർ ടോട്ടൽ എടുത്തത്. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫിനിഷിങ് ടൈം ഇത്രയും വിടുതൽ കിട്ടും. എന്തോരാൾക്കാർ, ഞാൻ മാത്രമല്ല, ധ്യാനിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുകയാണ്. ആ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിച്ചില്ല കേട്ടോ. ആ സഹോദരിമാർ ആണുങ്ങൾ ഭക്ഷണം കഴിച്ചു വന്നു. അന്ന് പറമ്പിലൊക്കെ കൂടാരം അടിച്ചിട്ട് അവിടെ കിടത്തിയേക്കണത്. അത്രയ്ക്ക് ജനപ്രളയമാണ് മക്കൾ. 1000 താഴെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണത്. ഹല്ലേലൂയ. മുസ്ലിമുള്ളവർ കുരിശിൻ്റെ വഴിയെടുത്തുന്നു, കരണക്കൊന്ത ചെല്ലുന്നു, വിശ്വാസപ്രമാണം ചെല്ലുന്നു, വചനം പറയുന്നു. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ഈ സഹോദരിയിലുള്ള ആത്മാവിനോട്, പിശാചിനോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ പേരെന്താ? ഞാൻ പറയാടാ എടാ. അപ്പോൾ പെണ്ണാണേ, ഒരു അമ്മച്ചിയാണേ. ഞാൻ പറയാടാ. ഞാൻ ചോദിച്ചെന്താ എടാപോടാന്ന് വിളിക്കുന്നത്? എനിക്കറിയാം, ഞാൻ അറിഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. നിന്നേക്കാളും വയസ്സ് കൂടുതലുണ്ട്. എൻ്റെ പേര്, അപ്പം ഞാൻ ചോദിച്ചു നിൻ്റെ പേരെന്താ? ദേവസി. എനിക്ക് 63 വയസ്സുണ്ട്. ഇവളെ ഞാൻ ജീവിച്ചിരുന്നപ്പോഴേ എൻ്റെ മരുമോളാണ് ഇവളൊരു പാവമാണെന്ന് വിചാരിച്ചത്. പക്ഷേ മരിച്ചപ്പോഴാണ് അറിയണത് ഇവള് ഭയങ്കരത്തിയാണെന്ന്, കച്ചറയാണെന്ന് വിചാരിച്ചത്, ഭയങ്കര ഇതാണെന്ന് വിചാരിച്ചത്. പക്ഷെ മരിച്ചപ്പോഴാണ് അറിയണത് ഇവളൊരു ശുദ്ധ പാവമാണെന്ന്. അതുകൊണ്ട് തല മുതൽ നഖം വരെ ഞാനാണെന്ന്. എങ്ങനെയുണ്ട്? തല മുതൽ കാല് വരെ ഇപ്പം ഞാനാണെന്ന്, ഇവളല്ല. അങ്ങനെ പ്രാർത്ഥനകൾ മുറുകെ കൂടുതൽ കയറി വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ ചോദിച്ചു, ഈശോ നിന്നെ സുഖപ്പെടുത്തും, ഈശോ നിന്നെ വിശദീകരിക്കുന്നുണ്ട്. ഈശോ അതാ മോനെ, ഞാൻ പിശാചല്ലേ, ഈശോയ്ക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കേൾക്കണ്ടോ? കേട്ടായിരുന്നോ? അത്രയും ജനം കേൾക്കണല്ലോ, അത്രയും ആൾക്കാർ. അപ്പം സ്നേഹമുള്ളവരെ, നിന്നെ കൂടാതെ സൃഷ്ടിച്ച ദൈവത്തിന് നിന്നെ കൂടാതെ ഇനി ഒന്നും ചെയ്യാൻ സാധ്യമല്ല. മാനസാന്തരപ്പെടണം, നീ തിരിച്ചു വരണം, പാവങ്ങളോർത്ത് പശ്ചാത്തപിക്കണം, മാപ്പ് ചോദിക്കണം. നല്ലൊരു ധ്യാനം 14 തീയതി ഓഗസ്റ്റ് നല്ല ധ്യാനമുണ്ട്. ആ ധ്യാനത്തിലേക്ക് വരുമ്പോൾ എങ്കിലേ നമ്മൾ ചിന്തിക്കണ പോലെയൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങനെ ആ സ്ത്രീക്ക് ആ പൈശാചിക ബന്ധനങ്ങളൊക്കെ മാറി. പിറ്റേ ദിവസം നല്ല മിടുക്കി. അന്ന് രാത്രി തന്നെ അവരുടെ റൂമിൽ ആരും പോകുന്നില്ല. 15 പേര് കിടക്കണതാണ്. എല്ലാവരും ചാടി പുറത്തിറങ്ങി. ഞാൻ പറയും, ഇന്നലെ ഈ നിമിഷം വരെ നിങ്ങളവിടെ കിടന്നെങ്കിൽ ഇനി നിങ്ങൾക്ക് അന്തസ്സായിട്ട് കിടക്കാൻ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കുറേ എണ്ണം പോയി, കുറേ എണ്ണം പ്രാർത്ഥിച്ച സംഗീതത്തിൽ കിടന്ന് അങ്ങനെ. അപ്പം അതുപോലെ ഇഷ്ടംപോലെ കേസുകൾ വരാറുണ്ട്. സ്നേഹമുള്ളവർ, നമ്മളറിയാതെ നമ്മളിലുള്ള ബോധമനസ്സ്, സുബോധ മനസ്സ്, അപബോധ മനസ്സ്, ഈ മനസ്സുകളിലെല്ലാം തിന്മകൾ ധാരാളം കിടക്കണം. കർത്താവെ, എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ബാക്കി നാളെ പറയാം.